വക്കീൽ വന്നൂലോ. ഇപ്പൊ തന്നെ ചോദിച്ചോളൂ തമ്പുരാൻ, മേനോ വന്നുവന്ന്. തമ്പുരാൻ മോളിലുണ്ട്. തമ്പുരാട്ടിയാണെങ്കിൽ ഇന്നലെ മുതലേ വക്കീലിനെ കാത്തിരിക്കുക. അങ്ങോട്ട് ചെന്നോളൂ. എന്തായി എന്നെ പോയ കാര്യം? അവനെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷേ എന്താ മെന്നെ? ഞാൻ പലതരത്തിലും പറഞ്ഞു നോക്കി, ലീഗലായിട്ട് വല്ലാണ്ടും. പക്ഷേ അയാൾ അതൊന്നും അനുസരിക്കുന്ന മട്ടില്ല. അപ്പോ അവൻ ശിക്ഷ കഴിഞ്ഞാൽ അയാൾ നേരെ ഇങ്ങോട്ട് വരും. സ്വത്തും പണമൊന്നും അല്ല അയക്ക് വേണ്ടത്, പിന്നെ നശിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എന്റെ ഭഗവതി, തമ്പുരാനെയാണ് നോട്ടം. ഭയപ്പെടാനില്ല, ശിക്ഷ എഴുതിയാൽ ഇനിയും കുറച്ച് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ? എനിക്കൊരു സമാധാനവും ഇല്ല. ജയിലിൽ നിന്ന് വന്നിട്ട് തമ്പുരാനെ ആക്രമിക്കാന്ന് വെച്ചാ? ഇല്ല, അങ്ങനെയൊന്ന് ഈ കോവിലകത്ത് സംഭവിക്കില്ല. അവൻ ഇറങ്ങി വരുന്ന ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. എന്താ തമ്പുരാൻ ഈ പറയുന്നേ? ലക്ഷ്മി, തൃപ്പത്തൂർ കോവിലകത്ത് ആരും ഇതുവരെ മോശക്കാരായിരുന്നില്ല. മറ്റു മാർഗം ഒന്നുമില്ല മെന്നെ. മാർഗങ്ങൾ പലതുമുണ്ട്. അതൊന്നും വേണ്ട വക്കീലേ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണവൻ. ഈസ് എ ബോൾഡ് ക്രിമിനൽ. അതുകൊണ്ട് ഞാൻ അവനെ പേടിച്ചു കഴിയണമെന്നോ? എന്നല്ല, അന്തസ്സും ആഭിജാത്യവും നിറഞ്ഞു നിന്നാണ് തൃപ്പത്തൂർ കോവിലകം. തമ്പുരാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെ ഗുണവും ദോഷവും അനുഭവിക്കാൻ ഇവിടെ ഒരാളേ ഉള്ളൂ, തമ്പുരാട്ടി. അവരുടെ കാര്യം ആലോചിക്കാതെ തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്ത് ഈ കോവിലകത്തുണ്ട്. തമ്പുരാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാണുന്നൊക്കെ അന്യാധീനപ്പെട്ടു പോവില്ലേ? എനിക്ക് വയസ്സായിട്ടേ ഉള്ളൂ. ക്ഷത്രിയന്റെ വീറും വാശിയും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഒരു അഡ്വക്കേറ്റ് എന്നതിലുപരി ഈ കുടുംബവുമായുള്ള ആത്മബന്ധത്തിന്റെ പേരിൽ പറയുകയാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കോംപ്രമൈസിന് ശ്രമിച്ചു, അവൻ വഴങ്ങിയില്ല. ലീഗലായിട്ട് സ്വത്തുക്കൾക്ക് ഒരു അവകാശം വേണം. ഈ കോവിലകത്തിന്റെ പാരമ്പര്യം നിലനിർത്തണം. മാത്രമല്ല, വയസ്സുകാലത്ത് നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരാൾ വേണം. അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ആർക്കും ഉപദ്രവമില്ലാത്തൊരു വഴി. ചെറുപ്പക്കാരുടെ ശ്രദ്ധയ്ക്ക് ആയോധന കലകളിലും സംഗീതത്തിലും നൈപുണ്യം നേടിയവരും അഭ്യസ്തവിദ്യരും സൽസ്വഭാവികളുമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്ഷത്രിയ വംശത്തിൽപ്പെട്ട ഒരാളെ മക്കളില്ലാത്ത ക്ഷത്രിയ ദമ്പതികൾ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായ വിവരങ്ങൾ വെച്ച് അപേക്ഷിക്കുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക. മകേരം തിരുനാൾ രാജശേഖരവർമ്മ വലിയ തമ്പുരാൻ, തൃപ്പത്തൂർ പാലസ്, ഊട്ടി. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ, തെയ്യന്താര തെയ്യന്താര തെയ്. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ. അവിടെ നിന്നേ. നിന്നെ കുറെ നാളായി ഞാൻ അന്വേഷിച്ചു നടക്കുന്നു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? സഹായം വേണ്ട, മേടിച്ച പൈസ കൊണ്ട് തരാ. അവസരം നീ കളിക്കല്ലേ. ദേവി കണ്ടോ, ഗൾഫ് കേസാ. വളരെ അർജന്റായ ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. നീ വണ്ടിന്ന് വിട്. അത് ശരിയാവൂല. അവസരത്തിൽ നിനക്ക് സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാവൂല. എനിക്ക് തരാനുള്ള പൈസയുടെ സീരിയസ്നെസ് നിനക്കും മനസ്സിലാവില്ല. ആഴ്ചയിൽ പുതിയ ഷർട്ടും പാന്റും ഇട്ട് ജെറ്റ് നടക്കണം. പൈസ ചോദിക്കുമ്പോ എന്താ അത്ര വിഷമം? എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. നിനക്ക് ഞാനിപ്പോ എത്ര രൂപ തരാം? 900 രൂപ അങ്ങോട്ട് തരണം. 900 രൂപ. ഈ സൈക്കിളിന് ഒരാൾ 400 രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ 400 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നിന്റെയിലേക്ക് തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? പോയിട്ട് 500 രൂപ. 500. ഈ വാച്ചിന് ഒരു 300 രൂപയെങ്കിലും കിട്ടാതിരിക്കൂ. ഈ 300 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. നിനക്ക് അങ്ങ് തന്നേക്കാം. പിന്നെ എത്ര രൂപ ഉണ്ട്? 200 രൂപ ഉണ്ട്. 200 രൂപ. ഇന്നെന്താഴ്ച? ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ കളത്തിലെ മഹാദേവനില്ലേ, ഈ ശനിയാഴ്ച അവൻ എനിക്കൊരു 300 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 300 രൂപ ഇങ്ങോട്ട് കിട്ടി അതും തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി 100 രൂപ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് തരണം. അതെപ്പോ തരും? എപ്പ തരൂന്ന് പറ. അല്ല വേണം, ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളപ്പ തന്നാ മതി. എനിക്ക് യാതൊരു വിരോധമില്ല. നിന്നെ പോലെ വഴി പിടിച്ചിരുത്താൻ ഞാനൊരു ദരിദ്രവാസിയല്ല. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, സമയങ്ങളായി. കൊണ്ടയിലെ വാഴപ്പൂ കൂടയിൽ എന്നതൂ ഖുശ്ബു, എൻ ഖുശ്ബു. പവിത്ര ഇവിടെ ഇല്ലേ? പവിത്ര കണ്ടോ? നിനക്കാ ഗൾഫിലുള്ള നിന്റെ അമ്മാവൻ അയച്ചതാ. ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച എനിക്ക് വിസ വരുമെന്ന്. വായിക്കും.
നീ വായിക്കേ. സ്നേഹം മാത്രമുള്ള എന്റെ മരുമോൻ പവിത്രന്. സോറി, വായിക്കേ. ഈ കത്ത് കിട്ടിയാലുടൻ നീ ബോംബെക്ക് വരിക. അവിടെ ദാദർ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗരുഡ ഏജൻസിയിൽ ചെന്ന് കോഴിക്കോട്ടുകാരൻ ഹംസയെ കാണുക. നിന്റെ വിസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഇവിടെ ഒരു ഷെയ്ക്കിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് നിനക്ക് ജോലി. ഉടനെ എത്തുക. ഷെയ്ക്ക് നിന്നെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ ശങ്കരമ്മാവൻ. നീ ഭാഗ്യവാനാണ്. ഗൾഫിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യം നീ പേടിക്കണ്ട. ഗൾഫിലെത്തി 2 മാസത്തിനുള്ളിൽ നിന്നെയും ബഷീറിനെ ഞാൻ നടത്തൂടാ. അത് തന്നെ. ഓക്കെ. എന്നിട്ട് ഗൾഫ് മരുഭൂമിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങളിൽ നമ്മൾ സുൽത്താൻമാരെ പോലെ വാഴൂടാ. നീ എന്നാ പോകുന്നത്? എന്നാ പോകുന്നു? എപ്പോഴാ പോകുന്നത് ചോദിക്കേ. എപ്പോഴാ പോകുന്നത്? ദാ ഇപ്പൊ തന്നെ. അളിയാ എത്ര കാലമായിടാ നമ്മൾ ഒരുമിച്ച് ഉണ്ടുറങ്ങി കഴിയുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. എത്ര ഓണങ്ങളും ക്രിസ്മസുകളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. വാടക വീട്ടിന്റെ വരാന്തയിൽ ആകാശത്തേക്ക് നോക്കിക്കിടന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നിന്നെ പിരിയാൻ തോന്നുന്നില്ല. ഓട്ടറ, എന്താ ചെയ്യാ? ഹോട്ടലിൽ നിന്ന് പ്രസിൽ നിന്നൊക്കെ കിട്ടുന്ന നിസ്സാര വരുമാനം കൊണ്ട് എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? എല്ലാം ദൈവം കാണിച്ചെന്ന വഴിയാ. താമസിയാ നീയും രക്ഷപ്പെടും. എനിക്കും രക്ഷപ്പെടണം. പിന്നെ എന്റെ കാര്യം ബഷീറോട് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ നാരായണിയമ്മയുടെ വീടിന്റെ വാടകയുടെ കാര്യം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞാൻ എവിടെ നിന്ന് ഗൾഫിൽ ചെന്ന ഓടുന്ന ഡ്രാഫ്റ്റ് അയക്കൂലടാ. എന്നാ പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അവിടെ ചെന്ന് ദിനാറുകൾ എണ്ണി മേടിക്കുമ്പോ നീ ഷെയ്ക്കിനോട് എന്റെ കാര്യം പറയാൻ മറക്കരുത്. സമയേ എന്നാ ഞാൻ പോട്ടെ. പോയി വരട്ടെ എന്ന് പറവത്ര. പിന്നെ എന്റെ വിസയുടെ കാര്യം മറക്കരുത്. ശങ്കരമാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറഞ്ഞു. എങ്ങോട്ടാ യാത്ര? നേരെ കിള്ളിക്കുറിശി മംഗലത്തുള്ള അമ്മാവന്റെ വീട്ടിലേക്ക്, അതുവഴി മാപ്രാണത്തുള്ള അമ്മയുടെ മോളുടെ വീട്ടിലേക്ക്, പിന്നെ ബോംബെക്ക്, അവിടെ നിന്ന് പറഞ്ഞ് ഗൾഫിലേക്ക്. അപ്പൊ താനോ? എനിക്കൊരു ശവപ്പെട്ടി മേടിക്കാം. എന്താ ഇവിടെ ഇറങ്ങുന്നേ? അമ്മാവന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട്? അമ്മാവനും ഇല്ല, അമ്മായില്ല. ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ, അവിടുന്ന് മേട്ടുപാളയം, പിന്നെ ഇവിടുന്ന് ഊട്ടി. ഊട്ടിക്കോ? കൈ വിട്ടു. ഊട്ടിയെങ്കിൽ ഊട്ടി, ക്ഷത്രിയനെങ്കിൽ ക്ഷത്രിയൻ. എന്തായാലും എന്റെ ശുക്രദശ തെളിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരുത്തന്റെ ശല്യം ഒഴിവായി. നീ നോക്കിക്കോ, ഊട്ടിയിലെ സുഖശീതളമായ കാലാവസ്ഥയിൽ തൃപ്പത്തൂർ കോവിലകത്തെ തമ്പുരാനായി, എല്ലാ സ്വത്തുക്കളുടെ ഉടമയായി ഞാനൊരു രാജാവിനെ പോലെ വിലസുമ്പോ നീ ഗൾഫിലെ ചുട്ടു പൊള്ളുന്ന മണലാരണ്യത്തിൽ ഒരു തൊഴിൽ അന്വേഷിച്ച് തെണ്ടുകയായിരിക്കൂടാ തെണ്ടി. എന്റെ അമ്മേ, ഇനിയുണ്ടല്ലോ വേറൊരു കോപ്പൻ. അവൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആകെ ചളവും. പ്രിയപ്പെട്ട ബഷീർ, ബഷീർ കാ? ഓ, എന്താ ലക്ഷ്മി? ലക്ഷ്മി ഞാനാ. എന്താ? കുറച്ചു ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. ഞാൻ പിണക്കാം. അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു പോവും. ഇക്കോടെ കല്യാണമാണല്ലേ? എന്നാര് പറഞ്ഞു? ജിമ്മി ചേട്ടനും പവിത്രൻ ചേട്ടനും എന്നോട് പറഞ്ഞു. ആണോ? ഓരങ്ങനെ പറഞ്ഞ? എന്താ ശരിയല്ലേ? ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മുടെ കൽബ് കീഴടക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് വേണ്ട നിക്കാഹ്. ഇത് എക്സിബിഷനിൽ പഠിച്ചാണ്. എടാ ബഷീർ, നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ വിശേഷം? വിശേഷം തിരക്കാൻ നാനുണ്ടോടാ നിനക്ക്? ഈ വീടിന്റെ വാടക വന്നിട്ട് എത്ര മാസമായി? 4-3. ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് പണിയിച്ചതായി വീട്. സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പടച്ചന്റെ കൃപകൊണ്ട് ഒരു കുഴപ്പമില്ല. വാടക ഇനത്തിൽ തന്നെ എനിക്ക് 1000 രൂപ തരാനുണ്ട്. അതിന് എന്ന് കിട്ടാനാ? നേരെ നേരത്തിന് മൂക്കുമുട്ട തിന്നാനും നല്ല പാന്റ് ഷർട്ട് ഇടാനും കാശുണ്ടല്ലോ. നല്ലതാണ്. എന്റെ കാശ് അറിയാൻ പറയുമ്പോ ഒരുമാതിരി വിനകൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് മെല്ലെ പറയും. 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുന്നു. ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഈ വീടിന്റെ വാടക കിട്ടിയിട്ടാണ് എനിക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ. അതിന് ഞമ്മളില്ലേ? എന്താ പറഞ്ഞേ? അല്ല, വാടക വരാൻ ഞമ്മളില്ലേന്ന് പറഞ്ഞതാ. നീയും കൂടി ചാടി പോകരുതല്ലോ. ഒരുത്തൻ ഗൾഫിലേക്കെന്നും പറഞ്ഞ് രാവിലെ പോയി, മറ്റവനെ കാണാനില്ല. നിങ്ങൾ നേരാണ് പറഞ്ഞത്. നീ പോയി അന്വേഷിക്കടാ. വേഗം എന്റെ വീട് ഒഴിഞ്ഞേരണം. ഇന്ന് 5 മണിക്ക് മുമ്പ് എന്നെ കാശ് കിട്ടണം. ഗൾഫിൽ പോയോ?
പ്രിയപ്പെട്ട ബഷീർ, ഞാൻ പോകുന്നു. പവിത്ര നമ്മെ രണ്ടുപേരെ ഉപേക്ഷിച്ച് ഗൾഫിൽ സ്വർണം കൊയ്യാൻ പോയി. അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നാരായണിയമ്മയുടെ വാടക കാശും കടകളിലെ പറ്റുകാശും നീ തന്നെ കൊടുക്കണം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് സ്വന്തം ജിമ്മി. എന്ത് ജാതി ക്രാഫ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്? അത് ശരി, പെട്ടി മാറ്റിയിട്ടാണ് പോയിരിക്കണം അല്ലേ? ഇബിലീസുകളെ, എങ്ങനെ മനസ്സ് വന്നിടാ നിങ്ങൾക്ക് നമ്മളെ വെട്ടി മാറ്റാൻ? ഒരേ പായൽ തിന്നും കുടിച്ചും കിടന്നുറങ്ങിയവരല്ലടാ നമ്മള്. ഇതെന്താണ്? നമ്മളെ കുത്തുവാള എടുപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ നടക്കൂല. എടാ പവിത്ര, ജിമ്മി, പുറപ്പുള്ളേ, നിങ്ങൾ ഏത് തുളയിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയാലും ആളുകൾക്ക് ഊട്ടിക്ക് പോയ ആളുകൾക്ക് അണ്ണാച്ചി വണ്ടി നിർത്തണം. ഹലോ, വണ്ടി ഒന്ന് നിർത്താൻ. ഊട്ടി തമിഴ് പറഞ്ഞാലും മനസ്സിലാവില്ല. ഊട്ടി 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 ഊട്ടിക്ക് പോണെങ്കിൽ ആരാവത് ഊട്ടി. അണ്ണാച്ചി ഞാൻ ഊട്ടി. എങ്കിൽ ഊട്ടിയാ? അല്ലല്ല, ഊട്ടി പോണം. അപ്പൊ ഉക്കാരങ്ക സാർ. ഊട്ടി ഊട്ടി. സാർ 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 എന്താടാ? അവളെ തമ്മിൽ വേറെ ആരില്ല, നീപ്പള. ആ ശരി, പോ. ഒരു പകുതി മുറിഞ്ഞ ബസ്സുമായിട്ട് നടക്കണം കള്ളപ്പാണ്ടി. സോറി സാർ, ഒരാളോട് കയറാനുണ്ട്. ചുവരം കാറ് വന്നു. ഒന്ന് രക്ഷിക്കില്ല. സോറി. നിങ്ങൾ ഊട്ടിക്കാണോ? ഞാൻ ഊട്ടിക്കുള്ളൊരു യാത്രക്കാരനാ. ആ ബസ്സിൽ വെച്ച് ഈ വാളൊരു സ്ത്രീയുടെ ശരീരത്ത് കൊണ്ട് പ്രശ്നമായി. ഇതിലാവുമ്പോ പിന്നെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ പ്രശ്നമാവാൻ. എന്നെ കൂടെ ഒന്ന് കയറ്റോ? വളരെ നന്ദി. ഒന്നങ്ങോട്ട് നീങ്ങിയിരുന്നാട്ടെ. വണ്ടി വിട്, വണ്ടി വിട്. വണക്കം. നമസ്കാരം. അയ്യോ, സാർ മലയാളിയാണോ? ആ അതെ. പിന്നെന്താ ഈ വേഷത്തില്? എന്താടാ വാഴും പരിചയമായിട്ട് ഊട്ടിയിൽ അംഗത്തിന് പോകണോടാ? അംഗത്തിന് പോവുകയാണോ എന്ന് ചോദിച്ചാൽ അംഗത്തിന് തന്നെയാണ് സാർ. പോലീസുകാരോട് തർക്കുത്തരം പറയുന്നോടാ റാസ്കൽ. പിന്നെ ആരോടാണ് സാർ പറയുക? നീ ആരാടാ? വീരപ്പനോ പ്രഭാകരനോ? നിന്നെ കണ്ടാൽ അങ്ങനെയുള്ള ലക്ഷണമൊക്കെ ഉണ്ടല്ലോടാ. അത് സാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ. പിന്നെ നീ ആരാടാ? ഞാൻ ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. അയ്യോ, ഞാൻ ആളറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണേ. സാരമില്ല സാർ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ആ, ഇത് തറവാട്ടുവക ഉടവാളാണ്. തലമുറകളായി കൈമാറി വന്ന വാൾ. അത്ഭുതങ്ങൾക്ക് പേര് കേട്ട ഉടവാള്. ചെന്നിലോട്ട് കൊട്ടാരത്തിലെ ഈ ഉടവാള് തൊട്ട് വണങ്ങിയാൽ ക്ഷത്രിയ ഗുണങ്ങളുള്ള കുട്ടികൾ ജനിക്കുമെന്നാണ് ശാസ്ത്രം. ഓഹോ, ഞാനിതൊന്നും തൊട്ട് വണങ്ങിക്കോട്ടെ. അയ്യോ, തൊട്ട് വണങ്ങിയത് കൊണ്ട് മാത്രം എന്ത് പ്രയോജനം? അല്ല, വണങ്ങിക്കോളൂ. എന്റെ ചെന്നിലോട്ട് ഭഗവതി അമ്മേ രക്ഷിക്കണേ.
Excuse me, can I get a lift to Ooty? ഇറങ്ങ. Thank you. കുട്ടി അങ്ങോട്ടാ? പറഞ്ഞത് കേട്ടില്ലേ? ഊട്ടിക്ക്. ഞാൻ വെറുതെ ചോദിച്ചതാ. ഊട്ടിയില് ഞാൻ അങ്കിളിനെ കാണാൻ പോവാ. ആ, എന്താ പേര്? രഞ്ജിനി വർമ്മ. ഇത് ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ തമ്പുരാൻ. ഹലോ. ഹലോ. തമ്പുരാന് ഞാൻ വെറുതെ സംശയിച്ചു. ആ, എന്നോട് പൊറുക്കണേ. ഓ, ആ ഡ്രൈവർ അന്ത ഓരമാ നിപ്പാട്ട്. എനിക്കിന്ന് ഇവിടെ ഡ്യൂട്ടി. മന്ത്രി വരുന്നുണ്ട്. ഓഹോ. തമ്പുരാന് വിരോധമില്ലെങ്കിൽ ആ ഉടവാള് ഒന്നുകൂടി തൊട്ട് വണങ്ങിക്കോട്ടെ. വണങ്ങിക്കോളൂ. എനിക്കില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്കെങ്കിലും ക്ഷത്രിയ ഗുണമുള്ള ഒരു പുത്രൻ ജനിക്കണമേ എന്റെ ഭഗവതി. എക്സ്ക്യൂസ് മീ. ഊട്ടിയിലെ തന്നെ ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ആ കോൺസ്റ്റബിൾ എന്തിനാ സംശയിച്ചത്? വെറുതെ സംശയിച്ചതാ. എന്നെ കണ്ട വീരപ്പനാണെന്ന് തോന്നുന്നു. നോക്കുന്നവർക്ക്. അപ്പൊ ഈ ഇരിക്കുന്ന തലയെക്കെട്ടുകാരൻ വീരപ്പനാണെന്ന് ഞാൻ പറഞ്ഞാലോ? മനസ്സിലാവൂല. പാണ്ഡ്യ, അണ്ണാച്ചി. അതേടാ, ഞാൻ പാണ്ഡ്യടാ. അയ്യോ, അണ്ണാച്ചി നിന്റെ അപ്പം തേങ്ങാവെട്ടുകാരൻ തോമസ്. കുറെ നേരമായി നിന്റെ പുളുടിയൊക്കെ ഞാൻ കേൾക്കുന്നു. ഇറങ്ങടാ പുറത്ത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ഇത്? പുള്ളി എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഭ്രാന്തന. ഒന്നും കാര്യം വെക്കണ്ട. പിന്നെ പറയാം. പവിത്രനല്ല, രാജരാജ ചോഴൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ല. നീ എന്നതാ പറഞ്ഞത്? ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ തമ്പുരാൻ റോയൽ ഡിസിപ്ലിൻ. ഇതൊക്കെ ഞാൻ വേണ്ട. തീക്കൊള്ളി പത്രം ഓഫീസിൽ അച്ചു നിർത്തിയിരുന്ന ജിമ്മി തോമസ് എന്ന നീ വാളും പരിചയമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയടാ. തമ്പുരാന്റെ ദത്തപുത്രനാവാനല്ലേ? ഞെളിയല്ലേ. നീ പിന്നെ ഊട്ടിക്ക് വന്ന അമ്മാവന്റെ കൊലവിളി അടിയന്തരം നടത്താനല്ലേ? അവന്റെ ഗൾഫിലെ അമ്മാവൻ ഗരുഡ ഏജൻസീസ് വിസ എന്നെ പറ്റിച്ച് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് തമ്പുരാനായിട്ട് വാഴാന്ന് വിചാരിച്ചല്ലടാ. നിന്നെ പോലത്തെ ഏരപ്പയ്ക്ക് റോയൽ ഫാമിലി വലിഞ്ഞു കയറാമെങ്കിൽ എനിക്കും കയറടാ. നാണല്ലേ നിങ്ങക്ക്? സാറന്മാരെ, എനിക്ക് പോണം. വണ്ടി കയറാ മാപ്പിളെ. ഊട്ടി ചെല്ലുമ്പോ കാണിച്ചു തരാട്ടാ. ഇപ്പം തമ്പുരാനാക്കി തരടാ. വാടാ. പുറകെ കയറാ പന്നി. തെറി പറയലടാ പട്ടി. വണ്ടി വിടണ്ട. ഊട്ടിയിൽ എനിക്ക് കൊലയെ നടക്കപ്പോകും. എന്തു പറ്റി? റേഡിയോട്ടിൽ തണ്ണിയില്ലേ? ഒരു നിമിഷം. എങ്ങനെ ചൂടാവാണ്ടിരിക്കും? എരണം കെട്ട ഓരോന്നല്ലേ കാലത്ത് വണ്ടി കയറിയിരിക്കുന്നു. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അങ്ങാതി. സീന, നീ എന്താ ഇവിടെ? എത്ര നാളായി കണ്ടിട്ട്? ഒന്ന് പതുക്കെ പറയൂടി. വാ വാ വാ.
ஹலோ, உதகமண்டலம் எஸ்ஐ சிங்காரவேலு ஸ்பீக்கிங். என்னம்மா நீங்க யாரு? டெரரிஸ்டா? கார்ல கார் நம்பர் நோட் பண்ணிருக்கா? TNN 3254. தேங்க்யூ மேடம். கான்ஸ்டபிள், சார் ஜாக்கிரதை. என்னையா ஜாக்கிரதை? எனக்கு தெரியாதா? இவங்களை நான் எப்படி மடக்கி பிடிக்கிறேன் பாத்துக்கோ. என்னது? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. நான் கடைசியா சொல்றேன், உங்ககிட்ட இருக்கிற அத்தனை ஆயுதங்களையும் AK-46 அல்ல AK-47 இருந்தா அதுவும் சேர்த்து தான் சொல்றேன். அங்கே உட்காரு. எங்கிட்ட மட்டும் எந்த வேலையும் வச்சுக்காது. புரிஞ்சுதா? புரியாதா? ഈശോമിശിഹായെ പിടികൊള്ളാതെ കാക്കണമേ. என்னடா சைனட் சாப்பிட போறியா? சோதனை பண்ணாதே. Come on, search. ഒട്ടും പൊട്ടാതെ നോക്കണേ. என்னடா நினைச்சே? இது பாருங்க. അയ്യോ, വാളും പരിചയൊക്കെ നിന്റെ നീ തൂങ്ങും. വാളും പരിചയം വേണമെങ്കിൽ നീ എടുത്തോടാ ഫ്രീ ആയിട്ട്. ഉറപ്പട്ടി സാർ, വാളും പരിചയൊക്കെ ഇയാളുടെ പിടിച്ചുള്ള കൊടുക്കും. തിരിട്ടാസ്കൽ இதெல்லாம் வச்சிருக்க. இதுவரை நீங்க எந்த குரூப் தெரியாம நான் தவிச்சேன். இப்ப எனக்கெல்லாம் புரிஞ்சு போச்சுடா. ഇയാളുടെ സംസാരം കുഴപ്പമുള്ളടാ. അത് സംസാരം കുഴപ്പമൊന്നും ആര് சொன்னது? സംസാരം പറഞ്ഞ ഭാര്യയല്ല, മലയാളത്തിലെ പേജ് ചേച്ചി. അതെ, ഞങ്ങൾ പത്രത്തിലെ പരസ്യം കണ്ടു വന്നത്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്ക്. സാർ, ഇത് മന്ത്രി ഫോട്ടോ വായിച്ചേ. விளையாடுறியா? நினைச்சே, நான் நினைச்சேன். எங்கிட்ட